നമസ്കാരം. സ്പീഡ് ന്യൂസ്. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. ജില്ലയിൽ 264 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 35,802 വിദ്യാർത്ഥികൾ. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലും സമീപത്തുള്ള ഡോൺ ബോസ്കോ സ്കൂളിലും കവർച്ച. പള്ളിയിലെ ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ നിന്ന് ലഭിച്ചു. ഇ-പോസ് തകരാർ മൂലം സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായും സ്തംഭിച്ചു. റേഷൻ കടകളിൽ മസ്റ്ററിംഗ് നടത്തുന്നത് ഇ-പോസ് മെഷീനുകൾ സ്തംഭിക്കാൻ കാരണമാകുന്നതായി ആക്ഷേപം. വെള്ളർക്കാട് മണ്ണാൻകുന്ന് കോളനിയിലെ പട്ടികജാതി വനിതാ വ്യവസായ കേന്ദ്രം മാലിന്യ സംഭരണ കേന്ദ്രമാക്കിയതായി പരാതി. കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. മരത്തക്കോട് അമ്പലം പള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇഞ്ചിക്കുന്ന് സ്വദേശി കരുവാങ്ങാത്തിൽ വീട്ടിൽ അജിത്തിനാണ് പരിക്കേറ്റത്. ചാലിശ്ശേരി പഞ്ചായത്തിൽ കർഷകർക്ക് ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടുവാൻ അധികാരികളുടെ സഹായം തേടിയത്. ഗുരുവായൂർ മഞ്ജുളാൽ ജംഗ്ഷനിൽ ഓട്ടോറിക്ഷയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അച്ഛനും മകനും പരിക്കേറ്റു. പാടൂർ കാര്യാട്ട് ശ്രീധരൻ, മകൻ റിച്ചൂസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഏനമാവ് പള്ളിക്കടവിന് സമീപം കയ്യേറ്റം ഒഴിവാക്കിയ പുഴയോരത്ത് വീണ്ടും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പരാതി. പുറംപോക്ക് ഭൂമിയായി കണ്ടെത്തി വെങ്കടങ്ങ് പഞ്ചായത്ത് തിരിച്ചുപിടിക്കുകയും തഹസിൽദാർ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലത്താണ് വീണ്ടും സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം നടത്തുന്നത്. അളഗപ്പ ത്യാഗരാജ പോളിടെക്നിക് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ABVP സ്ഥാപിച്ച ബാനർ പോലീസ് അഴിച്ചുമാറ്റി. ജസ്റ്റിസ് ഫോർ സിദ്ധാർത്ഥ് കൊന്നതാണ് SFI എന്നെഴുതിയ ബാനറാണ് പോലീസ് അഴിച്ചുമാറ്റിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം VV പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CK ശങ്കു അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയുടെ മണ്ണ് മനസ്സ് മയിൽപീലി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. നവതിയുടെ നിറവിലെത്തിയ മാസ്റ്റർക്ക് ശിഷ്യനും സുഹൃത്ത് സംഘവും ചേർന്ന് നൽകിയ സമാദരണ സദസ്സിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. തെക്കുംകര മണ്ഡലം പനങ്ങാട്ടുകര മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബ സംഗമവും നടന്നു. മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴലക്കിടി അധ്യക്ഷത വഹിച്ചു. KPMS മാള ഏരിയ യൂണിയൻ സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KV സുബ്രൻ അധ്യക്ഷനായി. അമ്പലപ്പുരം ദേശവിദ്യാലയം സ്കൂളിന്റെ വാർഷികാഘോഷവും മുകുന്ദരാജ അനുസ്മരണവും സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുല്ലാനിക്കട് അയ്യംകുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയും സാരസ്വത പുഷ്പാഞ്ജലിയും നടന്നു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി ശിവദാസൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൈങ്കുളം വാടാലിക്കാവ് വേല മഹോത്സവം 13-ന് ആഘോഷിക്കും. വേല കമ്മിറ്റി ഭാരവാഹികളുടെ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചെറുത്തുരുത്തി CI ബോബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വേനലിൽ പക്ഷികൾക്ക് കുടിനീർ നൽകുന്ന സ്നേഹത്തണ്ണീർക്കുടം പദ്ധതി ജില്ലാ ജയിലിലെ പുതിയിടം കൃഷിഭൂമിയിൽ ആരംഭിച്ചു. മരത്തിന്റെ ചില്ലയിൽ മൺപാത്രം തൂക്കി കുടിവെള്ളം ഒഴിച്ചുകൊണ്ട് സൂപ്രണ്ട് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പാലക്കപ്പറമ്പിലെ പുറംപോക്കിലെ അനധികൃത കെട്ടിട നിർമ്മാണത്തിനെതിരെ LDF പ്രവർത്തകർ തൃക്കൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഒല്ലൂർ ഏരിയ സെക്രട്ടറി KP പോൾ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ കരാഞ്ചിറ കാട്ടൂർ കടവിൽ കുറുക്കന്റെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. ക്ഷീരകർഷകനായ കാട്ടൂർ കടവ് സ്വദേശി പാണപ്പറമ്പിൽ രാമന്റെ പശുക്കിടാവാണ് കുറുക്കന്മാരുടെ ആക്രമണത്തിൽ ചത്തത്. സപ്ലൈകോയിൽ സബ്സിഡി ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. അനധികൃത നിർമ്മാണം തടയുന്നതിന് സ്റ്റേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന് ഫെഡറേഷൻ ഓഫ് രജിസ്റ്റേർഡ് കൺസൾട്ടന്റ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ജില്ലാ കമ്മിറ്റി. സംഘടനയുടെ 7ാമത് ജില്ലാ സമ്മേളനം ബുധനാഴ്ച തൃശൂരിൽ നടക്കും. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തൃശൂരിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
കാക്കശ്ശേരി മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും IMA ബ്ലഡ് ബാങ്കിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര രക്തദാന ക്യാമ്പ് നടത്തി. CK രാജേഷ്, ശ്യാംകുമാർ, AS സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി കലാഭവൻ മണി പാർക്കിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് തീപിടിച്ചു. പോട്ട സ്വദേശി മണക്കാട് ദിവ്യയുടെ കാറിനാണ് തീപിടിച്ചത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. പെരിങ്ങാട് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആദരണ യോഗം നടത്തി. പാവറട്ടിയിൽ നടന്ന ആദരണ യോഗം കരയോഗം പ്രസിഡന്റ് വിമല സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. കന്നുകാലികൾക്ക് തീറ്റയ്ക്ക് ആവശ്യമായ പുല്ല് കൃഷി ചെയ്ത് അരിമ്പൂരിലെ കൈപ്പിള്ളി വടക്കുംപുറം ക്ഷീരോത്പാദക സഹകരണ സംഘം 1500 കിലോ തീറ്റപ്പുല്ലാണ് ഇവിടെ വിളവെടുത്തത്. മുല്ലശ്ശേരി പഞ്ചായത്തിലെ അന്നകര കൊക്കൂർ റോഡ് നാടിന് സമർപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വിമൺ ഇൻ ബിസിനസ് കോൺക്ലേവ് ബുധനാഴ്ച തൃശൂരിൽ നടക്കും. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. സ്വതന്ത്ര കർഷക സംഘത്തിന്റെ ജില്ലാ കൺവെൻഷനും നാട്ടിക PK അബ്ദുൽ മജീദ് സ്മരണിക പ്രകാശനവും തൃശൂരിൽ നടന്നു. മുൻ MLA TA അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു. തോളൂർ പഞ്ചായത്ത് 4-ാം വാർഡിൽ പോന്നൂരിൽ പുനർനിർമ്മിച്ച കക്കാട്ട് ലിങ്ക് കോൺക്രീറ്റ് റോഡ് തുറന്നു നൽകി. സേവർ ചിറ്റിലപ്പള്ളി MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലയിലെ ആലത്തൂർ ALP സ്കൂളിൽ നടപ്പാക്കിയ കമാൻഡോ കിഡ്സ് പദ്ധതിക്ക് NCERT-യുടെ അംഗീകാരം ലഭിച്ചതായി സ്കൂൾ അധികൃതർ. സ്കൂളുകളുടെ മികവ് പരിഗണിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ ആലത്തൂർ സ്കൂളിലെ അധ്യാപകർ കമാൻഡോ കിഡ്സ് പദ്ധതി സംബന്ധിച്ച് അവതരണം നടത്തിയത് ഏറെ ശ്രദ്ധ നേടിയതായും സ്കൂൾ അധികൃതർ. മുല്ലശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡിൽ ആഞ്ജനേയ റോഡിന്റെ പുനർനിർമ്മാണം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദ ആർട്സ് തൃശൂർ റീജിയണൽ സെന്ററും സർവമംഗള ട്രസ്റ്റും സംയുക്തമായി ശക്തി പർവ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വനിതാ നൃത്തോത്സവം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ രാവിലെ 9:30 മുതൽ രാത്രി 10 വരെയാണ് നൃത്തോത്സവം അരങ്ങേറുന്നത്. തെക്കങ്കര പഞ്ചായത്ത് ഓഫീസിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം സേവർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, വികസന കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.